ഒന്നുകിൽ ഒലെ ഗണർ സോൾഷെയർ അല്ലെങ്കിൽ മൈക്കിൾ ക്യാരിക്ക്, ഇവരിൽ ആരെങ്കിലും ഒരാൾ യുണൈറ്റഡിൻ്റെ ഇൻട്രീം ഹെഡ് കോച്ചായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഏകദേശം ഉറപ്പായിരുന്നു. അപ്പം ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൻ്റെ തുടക്ക സമയത്ത് ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഒലെ ഗണർ സോൾഷെയർ ആയിരുന്നു. എല്ലാവരും ഏകദേശം 90% ഒലെ തന്നെ വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലായിരുന്നു. ഈവൻ ഞാനും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. പക്ഷേ അവസാനത്തെ ട്വിസ്റ്റുകൾക്കൊക്കെ ഒടുവിൽ ഇപ്പം മൈക്കിൾ ക്യാരിക്കിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇൻട്രീം ഹെഡ് കോച്ചായിട്ട് അനൗൺസ് ചെയ്തുകൊണ്ടുള്ള പ്രസ് റിപ്പോർട്ടും കാര്യങ്ങളുമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം മൈക്കിൾ ക്യാരിക്കായിരിക്കും ഈ ഒരു സീസണിൻ്റെ അവസാനം വരെ യുണൈറ്റഡിനെ കോച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഈ ഒരു ഹോൾ പ്രോസസ്സ്, ഈ ഒരു ഇൻട്രീം ഹെഡ് കോച്ചിനെ തിരഞ്ഞെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹോൾ പ്രോസസ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ലെഡ് ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നടത്തിയ മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള ജേസൺ വിൽകോക്സ് ആയിരുന്നു. അപ്പം ജേസൺ വിൽകോക്സ് രണ്ടുപേരെയും, മൈക്കിൾ ക്യാരിക്കിനെയും അതുപോലെ തന്നെ ഒലെ ഗണർ സോൾഷെയറിനെയും പേഴ്സണലായിട്ട് മീറ്റ് ചെയ്ത് അവരുടെ മുന്നിൽ പുള്ളിയുടെ ഒരു ഡിമാൻഡ്സ് പുള്ളി വെച്ചു. അപ്പോൾ പുള്ളിയുടെ ഒരു മിനിമം ഡിമാൻഡ് എന്ന് പറയുന്ന ഈ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിനെ വെച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഒരു ടീമിൻ്റെ കറണ്ട് പൊസിഷൻ, പ്രീമിയർ ലീഗിലെ ആ ഒരു കറണ്ട് പൊസിഷനും ഒക്കെ വെച്ചുകൊണ്ട് ഈ ഒരു ടീമിൽ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കൊണ്ടുവന്ന് ഈ ഒരു സീസണിൻ്റെ അവസാനം ആകുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിട്ടുന്ന തരത്തിൽ ഫിനിഷ് ചെയ്യിപ്പിക്കണം. ഇതായിരുന്നു പുള്ളിയുടെ ഒരു മിനിമം ഡിമാൻഡ്. അപ്പം ഈ ഒരു മിനിമം ഡിമാൻഡിനോട് രണ്ടുപേരും, ഒലയാണേലും അതുപോലെ തന്നെ ക്യാരിക്കാണേലും വളരെ പോസിറ്റീവായിട്ടാണ് രണ്ടുപേരും റിയാക്ട് ചെയ്തത്. അപ്പം ഇവർ രണ്ടുപേരും ആ ഒരു എന്നാ പറയുക, ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷനിലേക്ക് ഈ ഒരു ടീമിനെ എടുക്കാൻ വേണ്ടി ഉള്ള അവരുടെ റോഡ് മാപ്പ് ജേസൺ വിൽകോക്സിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു. അവരുടെ പ്ലാനും പദ്ധതിയെല്ലാം ജേസൺ വിൽകോക്സിൻ്റെ മുന്നിൽ നിരത്തി. അപ്പം ഒലയുടെ പ്ലാൻസും കാര്യങ്ങളുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒലയുടെ പ്ലാൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലോങ് ടൈം പ്രൊജക്റ്റ് എന്നുള്ള രീതിയിലാണ് ഉള്ള പ്ലാനാണ് പുള്ളി ജേസൺ വിൽകോക്സിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പോൾ പുള്ളിക്ക് ഈ ഒരു സീസൺ ഫുള്ള് ഇപ്പോൾ ഈ ഇൻട്രീം കോച്ചായിട്ട് പുള്ളി ഈ ഒരു ടീമിനെ കൊണ്ട് ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ചെയ്യിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും പുള്ളിക്കില്ല. അപ്പം അങ്ങനെ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് എക്സ്ട്രാ ബോണസ് കാശ് വേണം. അത് മാത്രമല്ല തുടർന്ന് പുള്ളിക്ക് ആ ഒരു പെർമനൻ്റ് ജോലി വേണം. ഇതൊരു ലോങ് ടേം പ്രൊജക്റ്റാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു റീബിൽഡിൻ്റെ ഭാഗമായിട്ട് ഒരു 2-3 വർഷത്തെ ആ ഒരു പ്രൊജക്റ്റ് എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തത്. അപ്പം പുള്ളി വന്ന സമയത്ത് ഇവിടെ നടന്ന കാര്യങ്ങളും അപ്പം ഇവിടെ പുള്ളി കാണിച്ച പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പുള്ളി എഫക്റ്റ് ചെയ്ത കാര്യങ്ങൾ, അപ്പോൾ അതിനെ ഈ വരുന്ന മുന്നോട്ട് ഉള്ള പ്രൊജക്റ്റിൽ പുള്ളി അതിനെ എങ്ങനെ ഡീല് ചെയ്ത് പോസിറ്റീവായിട്ട് യുണൈറ്റഡിൽ കാര്യങ്ങൾ കൊണ്ടുവരും അല്ലെങ്കിൽ സക്സസ് കൊണ്ടുവരും, റീബിൽഡ് നടത്തും, അതിനെക്കുറിച്ചാണ് പുള്ളി കൂടുതലും സംസാരിച്ചത്. പക്ഷേ മൈക്കിൾ ക്യാരിക്കിൻ്റെ കാര്യം ഭയങ്കര ക്ലിയർ ആയിരുന്നു. മൈക്കിൾ ക്യാരിക്കിന് ഈ ഒരു സീസണിൻ്റെ എൻഡ് വരെയുള്ള തരത്തിലുള്ള ഒരു റോഡ് മാപ്പ് അല്ലെങ്കിൽ അതുവരെയുള്ള ഒരു കാര്യമുള്ള അല്ലെങ്കിൽ പെർമനൻ്റ് ജോലി വേണം എന്നുള്ള രീതിയിൽ പുള്ളിയുടെ പ്രോജക്റ്റൊന്നും അവതരിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജേസൺ വിൽകോക്സിനൊക്കെ മൈക്കിൾ ക്യാരിക്കിനോടായിരുന്നു കുറച്ചുകൂടെ താല്പര്യം. ഇപ്പോൾ ഈ ഒരു മൈക്കിൾ ക്യാരിക്കിനെ ആയാലും അതുപോലെ തന്നെ ഒലയാണെങ്കിലും ഇവരെ രണ്ടുപേരെയും പെർമനൻ്റായിട്ട് നിയമിക്കാൻ എന്താണേലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് യാതൊരു താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടൈം പ്രൊജക്റ്റ് വളരെ എഫിഷ്യൻ്റായിട്ട് അവതരിപ്പിച്ച് മൈക്കിൾ ക്യാരിക്കിനെ സെലക്ട് ചെയ്തു. അതുമാത്രമല്ല, ഓണേഴ്സിൻ്റെ കാര്യം നോക്കിയാൽ ഗ്ലേസേഴ്സും അതുപോലെ തന്നെ റാഡ്ക്ലിഫും ഒലയെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് എതിരായിരുന്നെന്നാണ് ഇപ്പം പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് ഗ്ലേസേഴ്സ്. ഇപ്പം ഗ്ലേസേഴ്സിൻ്റെ അണ്ടറിൽ ആ ഒരു ഓണർഷിപ്പിൻ്റെ അണ്ടറിലാണ് ഒലയെ നിയമിച്ചതും ഇവിടെ വന്നതും. അതേ തുടർന്ന് ഉള്ള സംഭവ വികാസങ്ങളും എല്ലാം അതിലോട്ട് തിരിച്ചു പോകാൻ ഗ്ലേസേഴ്സിന് താല്പര്യമില്ലായിരുന്നു. ഒല ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വരുത്തിയാൽ അന്നേരപ്പം തന്നെ അറിയാം അതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടുമെന്ന് ഗ്ലേസേഴ്സിന് അറിയാം. അപ്പോൾ അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് എല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് ശരിക്കും ഒലയെ തഴഞ്ഞുകൊണ്ട് മൈക്കിൾ ക്യാരിക്കിനെ ഇൻട്രീം ഹെഡ് കോച്ചായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൈക്കിൾ ക്യാരിക്ക് ഇവിടെ കോച്ചായിട്ട് വരുമ്പോഴത്തേനും തന്നെ മൈക്കിൾ ക്യാരിക്കിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കൺഫ്യൂഷനൊക്കെ എല്ലാവർക്കും കാണും. നമുക്കാണേലും നമ്മൾ മിഡിൽസ്ബ്രോയുടെ കളികളൊന്നും ചാമ്പ്യൻഷിപ്പിലെ കളികളൊന്നും നമ്മൾ കുത്തിയിരുന്ന് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാക്റ്റായിട്ട് പുള്ളി എന്തായിരിക്കും ഇവിടെ നടത്താൻ പോകുന്നത് നമുക്ക് പേഴ്സണലി
ഉള്ള ഒരു അനുഭവ പരിചയമൊന്നുമില്ല. പക്ഷേ പറയപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈക്കൽ കാരിക്ക് എന്ന് പറയുന്ന കോച്ച് അമോറിം കോച്ച് ചെയ്തതിൽ കുറച്ച് വ്യത്യാസമുണ്ട് മൈക്കൽ കാരിക്കിൻ്റെ ഫിലോസഫിയൊക്കെ. ഇപ്പം ഈ ബാക്ക് 3 എന്നൊക്കെ മാറിയിട്ട് 4-2-3-1 എന്ന് പറയുന്ന ഡാരൻ ഫ്ലെച്ചറൊക്കെ പ്രിഫർ ചെയ്ത അതേ ഫോർമേഷൻ ആയിരിക്കും മൈക്കൽ കാരിക്ക് പ്രിഫർ ചെയ്യാൻ പോകുന്നത്. അപ്പം അത് മാത്രമല്ല, ഇപ്പോൾ അമോറിമൊക്കെ അമോറിമിൻ്റെ ബിൽഡപ്പ്, നമ്മുടെ ബിൽഡപ്പ് ഫേസ് നോക്കിയാൽ അമോറിം കൂടുതലും ലോങ് ബോൾ കളിക്കുന്നു. അങ്ങനെ ആ ഒരു ഡയറക്റ്റ് അപ്രോച്ച് എപ്പോഴും അമോറിമിൻ്റെ ഗെയിമിലുണ്ട്. പെട്ടെന്ന് ഫൈനൽ തേർഡിൽ ബോൾ എത്തിക്കുക, അങ്ങനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ള ആ ഒരു ഡയറക്റ്റ് അപ്രോച്ചും കാര്യങ്ങളും അമോറിമിൻ്റെ ഗെയിമിലുണ്ട്. പക്ഷേ മൈക്കൽ കാരിക്ക് കുറച്ചുകൂടെ പേഷ്യൻസ് ആഗ്രഹിക്കുന്ന ഒരു തരം മാനേജറാണ്. അപ്പം കുറച്ചുകൂടെ ബിൽഡപ്പ് ഫേസിൽ കുറേ കൂടെ പൊസിഷൻ കീപ്പ് ചെയ്യുക, പേഷ്യൻസ് കുറേ കൂടെ എന്നാ പറയുന്നത്, കുറേ കൂടെ സമയം എടുത്ത് ബിൽഡ് ചെയ്ത് ഓപ്പോസിഷൻ്റെ പ്രഷറിനെ അബ്സോർബ് ചെയ്ത് അതിൻ്റെ എഗൻസ്റ്റ് അല്ലെങ്കിൽ ആ ഓപ്പോസിഷൻ്റെ പ്രസ്സിന് എഗൻസ്റ്റ് ആയിട്ട് ബോൾ പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഫൈനൽ തേർഡിൽ മാക്സിമം പാസസ് കളിക്കുക, റൺസ് നടത്തുക, അങ്ങനെ ഓപ്പോസിഷൻ്റെ ഡിഫൻസിൻ്റെ ഉള്ളിൽ ആ ഒരു വിള്ളലുകൾ കണ്ടെത്തുക, അതിനെ അറ്റാക്ക് ചെയ്യുക, അങ്ങനെ ഗോളുകൾ സ്കോർ ചെയ്യുക. ഈ ഒരു രീതിയാണ് മൈക്കൽ കാരിക്കിൻ്റെത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ നമ്മുടെ ഈ ഒരു ടീമിലെ കളിക്കാരെ വെച്ചുകൊണ്ട് ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ എന്തുമാത്രം ഈ ഒരു സ്റ്റൈൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ മൈക്കൽ കാരിക്കിന് പറ്റും എന്നുള്ളതും വേറൊരു വലിയൊരു ചോദ്യമാണ്. ഇനിയിപ്പം നമ്മൾ മൈക്കൽ കാരിക്കിൻ്റെ കോച്ചിങ് സ്റ്റാഫിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ, ആ ഒരു കോച്ചിങ് സ്റ്റാഫിൽ ഏറ്റവും എടുത്തു പറയപ്പെടേണ്ട ഒരു പേരെന്ന് പറയുന്നത് സ്റ്റീവ് ഹോളണ്ടിൻ്റെ പേരാണ്. സ്റ്റീവ് ഹോളണ്ട് എന്ന് പറയുന്ന മനുഷ്യൻ്റെ കരിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ, പുള്ളിയുടെ കരിയറിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പുള്ളി ചെൽസിയിലൊരു 8 വർഷം ചെൽസിയുടെ കോച്ചിങ് സ്റ്റാഫിൻ്റെ ഭാഗമായിട്ട് പല കോച്ചസിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ മൊറീഞ്ഞോ വന്നപ്പോഴും, റാഫ ബെനീറ്റസ് വന്നപ്പോഴും, റോബർട്ടോ ഡി മാറ്റിയോ വന്നപ്പോഴും, ഹിഡിങ് ഉണ്ടായിരുന്ന സമയത്തും, കോണ്ടെ ഉണ്ടായിരുന്ന സമയത്തും ഒക്കെ അവരുടെയൊക്കെ കോച്ചിങ് സ്റ്റാഫിൻ്റെ ഭാഗമായിരുന്നു ഈ ഒരു സ്റ്റീവ് ഹോളണ്ട്. അപ്പോൾ അവരൊക്കെ അവരുടേതായ കോച്ചിങ് സ്റ്റാഫിനെ കൊണ്ടുവരും. പക്ഷേ ഇത്രയും ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള മനുഷ്യനായതുകൊണ്ട് തന്നെ സ്റ്റീവ് ഹോളണ്ടിനെ അവരുടെ കോച്ചിങ് സ്റ്റാഫിൻ്റെ ഭാഗമായിട്ട് അവർ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് പുള്ളി ഉണ്ടായിരുന്ന സമയത്ത് ചെൽസി ചാമ്പ്യൻസ് ലീഗ്, അതുപോലെ തന്നെ പ്രീമിയർ ലീഗ് ടൈറ്റിൽസ് ഒക്കെ നേടിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഭയങ്കര നല്ലൊരു കോച്ചിങ് കരിയർ, അല്ലെങ്കിൽ ഭയങ്കര ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ് കരിയർ ഉള്ള മനുഷ്യനാണ് സ്റ്റീവ് ഹോളണ്ട്. അത് മാത്രമല്ല, ഇംഗ്ലണ്ടിൻ്റെ കൂട്ടത്തിൽ അണ്ടർ 21 സമയത്തും, അതുപോലെ തന്നെ അണ്ടർ 21 കൂട്ടത്തിലും, അതുപോലെ തന്നെ സീനിയർ ടീമിൻ്റെ കൂട്ടത്തിലും ഗാരത്ത് സൗത്ത് ഗേറ്റിൻ്റെ അസിസ്റ്റൻ്റായിട്ട് പുള്ളി പ്രവർത്തിച്ചിട്ടുണ്ട്. ഗാരത്ത് സൗത്ത് ഗേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, വിൽകോക്സിൻ്റെയും ഇനിയോസിൻ്റെയൊക്കെ കണ്ണിലൂണിയാണ്. പുള്ളിയുടെ അസിസ്റ്റൻ്റായിട്ട് സീനിയർ ടീമിൻ്റെ കൂട്ടത്തിൽ സീനിയർ ടീമിനെ യൂറോസിൻ്റെ ഫൈനലിൽ എത്തിച്ച സമയത്തും, അതുപോലെ തന്നെ ഖത്തർ വേൾഡ് കപ്പിൻ്റെ ആ ഒരു സെമിയിൽ എത്തിച്ച സമയത്തൊക്കെ ഗാരത്ത് സൗത്ത് ഗേറ്റിൻ്റെ അസിസ്റ്റൻ്റ് കോച്ചായിരുന്നു ഈ ഒരു സ്റ്റീവ് ഹോളണ്ട്. അപ്പം ഈ ഒരു മൈക്കൽ കാരിക്കിൻ്റെ കോച്ചിങ് സ്റ്റാഫിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് താരം എന്ന് പറയുന്നത് ഈ ഒരു മനുഷ്യൻ ആണ്. അപ്പം ഈ ഒരു മനുഷ്യൻ എന്താണെങ്കിലും കോച്ചിങ്ങിലൊക്കെ ഏറ്റവും വലിയൊരു ഫാക്ടർ ആകാൻ പോകുന്ന ഒരു മനുഷ്യനും ഈ ഒരു സ്റ്റീവ് ഹോളണ്ട് ആണ്. സ്റ്റീവ് ഹോളണ്ടിൻ്റെ പേര് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്ന പേര് എന്ന് പറയുന്നത് ജൊനാഥൻ വുഡ്ഗേറ്റിൻ്റെ പേര്. അപ്പോൾ ജൊനാഥൻ വുഡ്ഗേറ്റ് എന്ന് പറയുന്ന മനുഷ്യൻ മിഡിൽസ് ബ്രോയിൽ കാരിക്കിൻ്റെ അസിസ്റ്റൻ്റ് കോച്ചായിരുന്നു. അതുമാത്രമല്ല, ഈ ഒരു ജൊനാഥൻ വുഡ്ഗേറ്റ് എന്ന് പറയുന്ന മനുഷ്യനും, അതുപോലെ തന്നെ ജേസൺ വിൽകോക്സും കൂടെ ഒരുമിച്ച് ലീഡ്സിൽ അവരുടെ പ്ലേയിങ് സമയത്ത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്ലേയിങ് സമയത്ത് അവർ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട് ലീഡ്സ് യുണൈറ്റഡിൽ. അപ്പം അങ്ങനത്തെ ഒരു ബന്ധവും വിൽകോക്സും അതുപോലെ തന്നെ ജൊനാഥൻ വുഡ്ഗേറ്റും തമ്മിലുണ്ട്. പിന്നുള്ളത് ട്രാവിസ് ബിനിയനാണ്. ട്രാവിസ് ബിനിയനെ നമ്മൾ കഴിഞ്ഞ കുറച്ച് മത്സരമൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. കാരണം ഡാരൻ ഫ്ലെച്ചറിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ ഭാഗമായിട്ട് പുള്ളിയെ നമ്മൾ കഴിഞ്ഞ കുറച്ച് മാച്ചസ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു മനുഷ്യൻ യുണൈറ്റഡിൻ്റെ അണ്ടർ 21 ഹെഡ് കോച്ചാണ്. ആ പുള്ളിയെയും ഇതുപോലെ തന്നെ മൈക്കൽ കാരിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് പുള്ളിയെ നമുക്കിനിയിപ്പം വരുന്ന മത്സരങ്ങളിലൊക്കെ കാണാം. പിന്നെ ലാസ്റ്റ് മെൻഷൻ എന്ന് പറയുന്നത് ജോണി ഏവൻസ്. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് വേണ്ടി കഴിഞ്ഞ സീസൺ വരെ കളിച്ച നമ്മുടെ ഡിഫൻഡർ ജോണി ഏവൻസ്. അപ്പോൾ ഇതാണ് മൈക്കൽ കാരിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റാഫ്. ഇപ്പോൾ മൈക്കൽ കാരിക്ക് ബുധനാഴ്ച, അതായത് ഇന്ന് മുതലായിരിക്കും ആ ഒരു നമ്മുടെ ഫസ്റ്റ് ടീമിനെ മീറ്റ് ചെയ്യുകയും, അതുപോലെ തന്നെ അവരെ കൊണ്ട് ആ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുകയും പുള്ളിയുടെ ഫിലോസഫിയും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്താൻ പോകുന്നത് ഇന്ന് മുതലായിരിക്കും. അപ്പം വരാൻ പോകുന്നത് വലിയ പരീക്ഷണങ്ങളാണ്. ഏറ്റവും ആദ്യത്തെ പരീക്ഷണം മാഞ്ചസ്റ്റർ സിറ്റി, ഓൾഡ് ട്രാഫോർഡിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ നേരിടുക ശനിയാഴ്ച.
അപ്പോൾ അതാണ് മൈക്കൽ ക്യാരിക്കിൻ്റെയും കൂട്ടറുടെയും മുന്നിലുള്ള ആദ്യത്തെ പരീക്ഷണം. നമ്മുടെ ടീമിനുള്ളിലുള്ള 2 പ്രശ്നങ്ങളെ മൈക്കൽ ക്യാരിക്ക് ആദ്യം തന്നെ അഡ്രസ്സ് ചെയ്ത് അതിനെ പരിഹരിച്ചേ പറ്റത്തുള്ളൂ. ഒന്ന്, നമ്മൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്ക് ഗോളുകൾ സ്കോർ ചെയ്യാൻ നമ്മൾ പ്രയാസപ്പെടുക. അപ്പം അങ്ങനെ ഈ കിട്ടുന്ന ചാൻസിനെ എങ്ങനെ കൺവേർട്ട് ചെയ്ത് ഗോൾ സ്കോർ ചെയ്യിപ്പിക്കാം, ഇത് മൈക്കൽ ക്യാരിക്കിൻ്റെ മുന്നിലുള്ള വലിയൊരു പ്രശ്നമാണ്. ഇത് പരിഹരിച്ചേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഡിഫെൻസീവ്ലി നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഗോളുകൾ കൺസീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരു ഗോൾ സ്കോർ ചെയ്യാൻ 8 or 10 ചാൻസസ് ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ ഓപ്പോസിഷൻ വന്നിട്ട് നമുക്കെതിരെ 1 അല്ലെങ്കിൽ 2 ചാൻസുകൾക്കുള്ളിൽ നമുക്കെതിരെ ആ ഒരു ഗോൾ തിരിച്ചടിക്കുന്നുണ്ട്. അപ്പോൾ ഈസിലി നമ്മൾ കൺസീഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ സ്കോറിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ ഗോൾ സ്കോർ ചെയ്യാൻ നമ്മൾ ബുദ്ധിമുട്ടുന്നു. അപ്പം ഡിഫെൻസീവ്ലിയും ഒഫെൻസീവ്ലിയും ഉള്ള ഈ പ്രശ്നങ്ങളെ പരിഹരിച്ചാൽ മാത്രമേ മൈക്കൽ ക്യാരിക്കിന് ഇവിടെ ഒരു സക്സസ് ആകാൻ പറ്റത്തുള്ളൂ. അതെങ്ങനെ പരിഹരിക്കും എന്നുള്ളത് കാണാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ട്രാൻസ്ഫർ വിൻഡോയുടെ കാര്യത്തിലേക്ക് വരാം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോ ഇപ്പം ഓപ്പണാണ്. അത് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ക്ലബ്ബുകൾക്ക് ഫെബ്രുവരി 2 വരെ അത് ഓപ്പൺ ആയിരിക്കും. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈനിങ്സ് ഒന്നും നടത്തുന്ന ലക്ഷണം ഇല്ല. പ്രത്യേകിച്ച് നമുക്കിവിടെ പെർമനൻ്റ് മാനേജറില്ല. ഇൻട്രിം മാനേജറിൻ്റെ സമയത്ത് യൂഷ്വലി യുണൈറ്റഡ് പ്ലെയേഴ്സിനെ സൈൻ ചെയ്യാറില്ല. അപ്പം അങ്ങനത്തെ ഒരു പ്ലെയറിനെ സൈൻ ചെയ്ത് വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ലോണിൽ എന്തെങ്കിലും കൊണ്ടുവരാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി യുണൈറ്റഡ് മിഡ്ഫീൽഡറിനെ വല്ലതും ട്രൈ ചെയ്യണം. അല്ലെങ്കിൽ സൈനിങ്സ് നടക്കത്തില്ല. പിന്നെ വരുന്ന ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാർസലോണ മാർക്കസ് റാഷ്ഫോർഡിനെ സൈൻ ചെയ്യാനുള്ള ശ്രമം നടത്തും. പക്ഷേ ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു 30 മില്യൺ യൂറോസ്, ആ ഒരു കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 30 മില്യൺ യൂറോസ് അല്ലെങ്കിൽ 26 മില്യൺ പൗണ്ട്സ്, അപ്പോൾ ആ ഒരു എമൗണ്ട് തന്നിട്ട് ബാർസലോണ സൈൻ ചെയ്യാൻ ബാർസലോണയ്ക്ക് ഉദ്ദേശമില്ല. അതിലും കുറച്ചുകൂടെ കുറഞ്ഞ ഒരു ഫീക്ക് ബാർസലോണ സൈൻ ചെയ്യാൻ ശ്രമിക്കും എന്നാണ് പറയപ്പെടുന്നത്. അത് മാർക്കസ് റാഷ്ഫോർഡ് പോണക്കത്തെ ഒരു പ്ലെയറിനെ സമ്മതിക്കണം. ഇതൊക്കെ നമുക്കെതിരെ മാത്രമേ ഇങ്ങനത്തെ പരിപാടികൾ ക്ലബ്ബുകൾ നടത്തത്തുള്ളൂ. ഇപ്പോൾ റാഷ്ഫോർഡിനും ബാർസലോണയിൽ തുടരും. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് റാഷ്ഫോർഡ് ഒരു പ്രശ്നത്തിനൊന്നും തയ്യാറാകത്തില്ല. ഇപ്പോഴും യുണൈറ്റഡിനെ വളരെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്നു. ഇവിടുത്തെ പല കളിക്കാരുമായിട്ടും ക്ലോസ് കോൺടാക്റ്റ് മാർക്കസ് റാഷ്ഫോർഡിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇപ്പോൾ ഈ ഒരു 26 മില്യന് കുറച്ചൊരു ഫീക്ക് നമ്മൾ ബാർസലോണയായിട്ട് എഗ്രി ചെയ്യേണ്ട ഒരു കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ തിരിച്ചിവിടെ വരട്ടെ. നമുക്ക് വേണമെങ്കിൽ തിരിച്ച് വിൽക്കണമെങ്കിൽ പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ എന്താണെങ്കിലും മിനിമം 26-30 മില്യൺ മിനിമം മാർക്കസ് റാഷ്ഫോർഡിന് വേണ്ടി ചിലവഴിക്കാൻ തയ്യാറായിരിക്കും. അപ്പം നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ച് ഇങ്ങനത്തെ മണ്ടത്തരത്തിന് പോകാതിരിക്കുക. അപ്പം ബാർസലോണ കൂടുതൽ നെഗോസിയേഷനിൽ ഏർപ്പെടുക, ഒരു സീസണും കൂടെ മാർക്കസ് റാഷ്ഫോർഡിനെ ലോണിൽ കിട്ടുക, അത് കഴിഞ്ഞിട്ട് ഒരു ഇത്ര ഗെയിംസ് കളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേക കണ്ടീഷൻ വെച്ചിട്ട് പുള്ളിയെ ഒരു ഇതിലും കുറച്ച് 26 മില്യൺ പൗണ്ട്സിലും കുറച്ച് ഒരു ഫീക്ക് സൈൻ ചെയ്യാനുള്ള ശ്രമമൊക്കെയാണ് ബാർസലോണ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചന്നം ഭിന്നം കമൻസായിട്ട് ഇടുക.